ബൈബിളൊരു വാക്യമുണ്ട്, ഞാൻ കൂടെ കൂടെ എല്ലാ കൺവെൻഷൻ പറയും. ആ വാക്യം ഇതാണ്, യോബിന്റെ പുസ്തകത്തിൽ: ജീവനും കൃപയും എനിക്ക് നൽകി, ഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബി മോനച്ചൻ എന്ന ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കാണാതെ ഒരു കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളുകയാണ്. ഒരു തവണ ആ കരം എൻ്റെ ശ്വാസമകത്തേക്ക് തള്ളിയില്ലെങ്കിൽ ഞാനിവിടെ പിടഞ്ഞു വീഴും. ഇവിടെ 500 ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് എന്നെ സഹായിപ്പാൻ കഴിയില്ല. ഈ രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം, സഹോദര സഹോദരി, നീ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയോ, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ, നീ പോകുന്ന ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കണ്ടല്ല ഇവിടുന്ന് സ്തോത്രം പറയുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാ. ദൈവീയ പദ്ധതി തീർന്നാൽ ഒരു ഡോക്ടർക്കും നിന്നെ ഇവിടെ നിർത്താൻ കഴിയില്ല. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ആന്ധ്രയിൽ ഒരു പാസ്റ്റർ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുക. ചെറുക്കനോട് ഉഭയസമ്മതം പറഞ്ഞു, പെണ്ണിനോട് പറയാൻ തിരികെയും കുഴഞ്ഞു വീണ് മരിച്ചു. കേരളത്തിൽ അച്ഛൻ കല്യാണം നടത്തി സ്വർഗസ്വനായ പിതാവേ ചൊല്ലാൻ തുടങ്ങി, കുഴഞ്ഞ് ആ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ മുമ്പിൽ വീണു. ഇന്നലെ കണ്ടല്ലോ നിങ്ങളൊക്കെ. ഒരു പെങ്കൊച്ച് ചേട്ടത്തിയുടെ കല്യാണത്തിൽ ഡാൻസ് ചെയ്യുക, സുന്ദരി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയും മൂക്കുത്തി വീഴുകയാണ്. 30 വയസ്സുള്ളൊരു ലൈവ് ടെലികാസ്റ്റർ, ഒരു TV റിപ്പോർട്ടർ ഇങ്ങനെ TVയുടെ മുമ്പിൽ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീണു, കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു ബാങ്ക് ഓഫീസറെ സെൻഡ് ഓഫ് മീറ്റിംഗ് മോൾ ഉൾപ്പെടെ അടുത്തിരിപ്പുണ്ട്. എല്ലാവരും നല്ല വാക്ക് പറഞ്ഞു. ഇദ്ദേഹം വാക്ക് പറയാൻ തുടങ്ങി, മൈക്കയിലോട്ട് മൂക്ക് കുത്തി വീണു തീർന്നു. കുറച്ച് കൂട്ടുകാരൊന്നിച്ച് ചേർന്ന് ഭക്ഷണത്തിന് പോയി. ഹോട്ടലിൽ തമാശയൊക്കെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് കാണുന്ന തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ആവി പറക്കുന്ന ഫുഡ് വരികയും ഒരുത്തൻ അതിലോട്ട് കുഴഞ്ഞു വീണ് തീർന്നു. അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ഒരു ദിവസമെങ്കിലും ബലത്തോടായിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണെന്ന് മറക്കരുത്. നീ ദൈവത്തെ വെല്ലുവിളിക്കൊന്നും ചെയ്യരുത്. ഒന്നുകൂടെ കയ്യൊന്ന് അടിച്ചോ, ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. മക്കളെ, കൃപയാ മോനെ, കൃപയാ, കൃപ ദൈവത്തിന്റെ കരുണയാ.